1983 ഇരുണ്ട ജൂലൈ മാസത്തിൽ ശ്രീലങ്കയിലെ തമിഴ് വംശജർക്ക് നേരെ നടന്ന കൂട്ടക്കൊല ആ രാജ്യത്തിന്റെ ആഭ്യന്തര ജീവിതത്തെയാകെ മാറ്റിമറിച്ചു. ശ്രീലങ്കയുടെ ആകെ ജനസംഖ്യയിൽ 11% വരുന്ന തമിഴ് ജനത അവരുടെ മയക്കവും ആലസ്യവും ഭയവും വിട്ട് ഉണർന്നെണീറ്റു. പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്നതും അയൽ രാജ്യങ്ങളെപ്പോലും കുഴപ്പത്തിലാക്കിയതുമായ ആഭ്യന്തര യുദ്ധം അതോടെ കരുത്താർജിച്ചു. ജൂലൈ കൂട്ടക്കൊലയ്ക്ക് ശേഷം സൈന്യത്തിന്റെയും ലഹളക്കാരുടെയും അതിക്രമങ്ങളുടെ ഇരകളായ ധാരാളം ആളുകൾ പ്രഭാകരനെ കാണാനെത്തി. അപ്പോഴേക്കും തമിഴ് ജനതയ്ക്കും തമിഴ് ഈഴത്തിനും വേണ്ടി ഏറ്റവും കരുത്തോടെ സംസാരിക്കുന്ന നേതാവെന്ന അംഗീകാരം പ്രഭാകരൻ നേടിക്കഴിഞ്ഞു. തമിഴർ തങ്ങൾക്ക് മുന്നിൽ അവശേഷിക്കുന്ന ഒരേയൊരു രക്ഷകൻ എന്ന തോന്നലോടെ അയാൾക്ക് മുന്നിൽ നിന്നു. തമിഴ് ഈഴത്തെക്കുറിച്ചുള്ള പ്രഭാകരന്റെ പ്രസംഗങ്ങൾ അവരിൽ പലരും കേട്ടിട്ടുണ്ട്. LTTE-യിൽ അഭയം തേടി വന്നവരെയെല്ലാം പ്രഭാകരനും കൂട്ടരും സ്വീകരിച്ചു. ആയിരക്കണക്കിന് യുവാക്കളും യുവതികളുമാണ് ആ ദിവസങ്ങളിൽ LTTE-യുടെ പുതിയ അംഗങ്ങളായി ചേർന്നത്. സംഘടനയിൽ ചേരണമെന്ന ആവശ്യവുമായി തന്റെ മുന്നിൽ വന്ന ആരെയും പ്രഭാകരൻ നിരാശനാക്കിയില്ല. വാൽവെട്ടിത്തുറൈ എന്ന തന്റെ സ്വന്തം ഗ്രാമത്തിൽ തമിഴ് ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശ്രീലങ്കൻ സർക്കാരിനെതിരെ പൊരുതാൻ തനിക്കൊപ്പം അണിചേർന്ന ഓരോരുത്തരെയും പ്രഭാകരൻ ആ സന്ദർഭത്തിൽ ഓർത്തു. അവരിൽ പലരും പോരാട്ടത്തിനിടെ കൊല്ലപ്പെട്ടു കഴിഞ്ഞിരുന്നു. തീരെ പ്രായം കുറഞ്ഞവരും പ്രധാനമായും വിദ്യാർത്ഥികളുമാണ് അന്ന് സംഘത്തിൽ കൂടുതലായും ഉണ്ടായിരുന്നത്. തങ്കദുരൈയും സുഹൃത്തുക്കൾക്കിടയിൽ കുട്ടിമണി എന്നറിയപ്പെട്ട സെൽവരാജുമായിരുന്നു നേതാക്കൾ. അവർക്കൊപ്പം പ്രഭാകരനെ കൂടാതെ പൊൻ ശിവകുമാർ, സഭാരത്നം, പെരിയസോതി, ചിന്നസോതി, സെട്ടി, കണ്ണാടി തുടങ്ങിയവരും സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. കൂട്ടത്തിൽ പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും മുതിർന്നവർ കുട്ടിമണിയും പൊൻ ശിവകുമാറുമാണ്. ആദ്യമായി ശ്രീലങ്കയിലെ തമിഴരുടെ അവസ്ഥയിലേക്ക് കണ്ണു തുറന്നു നോക്കാൻ പ്രഭാകരനെ പ്രേരിപ്പിച്ച അദ്ദേഹത്തിന്റെ അധ്യാപകനായിരുന്ന വേണുഗോപാൽ കഴിഞ്ഞാൽ പ്രഭാകരൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആശയങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നത് ഈ രണ്ടുപേരോടുമായിരുന്നു. ശ്രീലങ്കൻ ദ്വീപിൽ തമിഴർക്ക് സ്വന്തമായി ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാതെ അവരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടില്ലെന്ന അഭിപ്രായക്കാരനാണ് കുട്ടിമണി. വിട്ടുവീഴ്ചയില്ലാത്ത ഈ നിലപാട് സാധ്യമാക്കാൻ വേണ്ടി എന്തും സഹിക്കാൻ ഒരുക്കമാണ് അദ്ദേഹം. ധാരാളം വിദ്യാർത്ഥികളും യുവാക്കളും അദ്ദേഹത്തിന്റെ ആശയത്തിൽ ആകൃഷ്ടരായി വന്നിട്ടുണ്ട്. സ്വതന്ത്ര തമിഴ് ഈഴമെന്ന പ്രഭാകരന്റെ സ്വപ്നത്തിന് അടിത്തറയിട്ടത് കുട്ടിമണിയാണെന്ന് നിസ്സംശയം പറയാം. നിരവധി ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിച്ച് 1981 ശ്രീലങ്കൻ നാവികസേന കുട്ടിമണിയെ അറസ്റ്റ് ചെയ്തു. ആദ്യം വധശിക്ഷ വിധിച്ചുവെങ്കിലും പിന്നീടത് ജീവപര്യന്തമാക്കി. അദ്ദേഹത്തിനെതിരെ ആരോപിക്കപ്പെട്ടതിലേറെയും കെട്ടിച്ചമച്ച കുറ്റകൃത്യങ്ങളായിരുന്നു. ജയിൽ ജീവിതകാലത്ത് കുട്ടിമണിയെ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തിരുന്നുവെങ്കിലും ആ അവസരവും അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു. കുട്ടിമണി ജയിലിൽ കഴിയവെയാണ് 1983 ജൂലൈ മാസത്തിൽ തമിഴർക്കെതിരെയുള്ള സിംഹള കലാപമുണ്ടാകുന്നത്. ജയിലിൽ രാഷ്ട്രീയ കുറ്റവാളികളെന്ന നിലയിലല്ല, സാധാരണ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കിടയിലായിരുന്നു കുട്ടിമണിയെയും അറസ്റ്റിലായ മറ്റ് തമിഴ് രാഷ്ട്രീയ നേതാക്കളെയും താമസിപ്പിച്ചിരുന്നത്. കലാപം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ജയിലിലുണ്ടായിരുന്ന സിംഹള തടവുകാരും കലാപകാരികളും ചേർന്ന് കുട്ടിമണി ഉൾപ്പെടെ തമിഴ് വംശജരായ 23 തടവുകാരെ കൊലപ്പെടുത്തി. മൃഗീയമായി പീഡിപ്പിച്ചും കണ്ണു കുത്തിപ്പൊട്ടിച്ചും നാവറുത്തുമാറ്റിയുമൊക്കെയാണ് ആ കൊലപാതകം നടന്നത്. അന്ന് കൊല്ലപ്പെട്ടവർക്കിടയിൽ രാജ്യദ്രോഹക്കുറ്റം ആരോപിച്ച് അറസ്റ്റിലായ കവികളും എഴുത്തുകാരും ഉൾപ്പെട്ടിരുന്നു. കുട്ടിമണിക്കും മുൻപേ പൊൻ ശിവകുമാർ മരണത്തിന് കീഴടങ്ങിയിരുന്നു. 1970കളുടെ തുടക്കം മുതൽ
തമിഴരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ധാരാളം യുവാക്കളെ തീവ്രവാദികളെന്ന പേരിൽ ശ്രീലങ്കൻ സേന പിടിച്ചുകൊണ്ടുപോവുകയും കൊടിയ പീഡനങ്ങൾക്കിരയാക്കുകയും ചെയ്തിരുന്നു. മനുഷ്യരുടെ സഹനപരിധികൾക്കെല്ലാം അപ്പുറത്തുള്ള പീഡനങ്ങളാണ് അവർ ജയിലുകളിൽ നടത്തിക്കൊണ്ടിരുന്നത്. പിടിക്കപ്പെടുന്ന യുവാക്കൾ ഏറിയ പങ്കും കൊല്ലപ്പെടുകയാണ് പതിവ്. തമിഴ് ദേശീയവാദികളായ യുവാക്കളിൽ സർക്കാരിനോടുള്ള പ്രതികാര മനോഭാവം വളർത്തിയതിൽ ശ്രീലങ്കൻ സൈന്യത്തിന്റെ ക്രൂരതകൾക്കും വലിയ പങ്കുണ്ട്. അവരുടെ ക്രൂരതകളെക്കുറിച്ച് കേട്ടാൽ എത്ര സാഹസം ചെയ്തിട്ടാണെങ്കിലും ജീവനോടെ അവരുടെ കയ്യിൽ അകപ്പെടരുതെന്ന് ആരും ആഗ്രഹിക്കും. അങ്ങനെയാണ് അവർ പിടിക്കപ്പെടുമെന്നായാൽ സൈനൈഡ് ഉപയോഗിച്ച് സ്വന്തം ജീവൻ അവസാനിപ്പിക്കാമെന്ന് യുവാക്കൾ ചിന്തിച്ചു തുടങ്ങിയത്. പ്രത്യേകിച്ചും സായുധ സമരമെന്ന ആശയവുമായി മുന്നോട്ടു വന്ന യുവാക്കൾ. ആദ്യമായി ആ ആശയം ജീവിതത്തിൽ പ്രായോഗികമാക്കിയത് പൊൻ ശിവകുമാർ എന്ന തമിഴ് പോരാളിയായിരുന്നു. പൊൻ ശിവകുമാർ നേരത്തെ തന്നെ പോലീസിന്റെ നോട്ടപ്പുള്ളിയാണ്. നിരവധി ആളുകൾക്ക് നേരെ വധശ്രമം നടത്തിയ പിടികിട്ടാപ്പുള്ളി. കേസുകളിൽ പിടിയിലായവർ നേരിട്ട കൊടിയ പീഡനങ്ങളെക്കുറിച്ചുള്ള കഥകൾ അറിയാവുന്നതിനാൽ അന്നുമുതൽ പൊൻ ശിവകുമാർ സയനൈഡ് ഗുളികകൾ എപ്പോഴും കയ്യിൽ കരുതാറുണ്ട്. 1974 ജൂൺ 4 ശിവകുമാർ ഉൾപ്പെടുന്ന ഒരു സംഘം ജാഫ്നയിൽ നിന്ന് 4 കിലോമീറ്റർ മാറി കോപ്പയിലുള്ള പീപ്പിൾസ് ബാങ്ക് കൊള്ളയടിക്കാൻ പുറപ്പെട്ടു. അവിടെ വെച്ച് പോലീസ് പിടിയിലാകുമെന്ന സാഹചര്യത്തിൽ പൊൻ ശിവകുമാർ സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തു. പ്രഭാകരൻ ആദരവോടെ ശ്രദ്ധിച്ചിരുന്ന ഒരു വിപ്ലവകാരിയാണ് പൊൻ ശിവകുമാർ. അദ്ദേഹത്തിന്റെ ജീവിതം മാത്രമല്ല, മരണവും പ്രഭാകരന് പ്രചോദനമായി. ആ വിധത്തിൽ ജീവൻ വെടിഞ്ഞ ആദ്യത്തെ രക്തസാക്ഷി എന്ന ആദരവ് പ്രഭാകരൻ എപ്പോഴും അദ്ദേഹത്തിന് നൽകി. പൊൻ ശിവകുമാർ ജനിച്ചു വളർന്ന ഉറുമ്പിറൈ എന്ന സ്ഥലത്ത് LTTEയുടെ മുൻകൈയിൽ അദ്ദേഹത്തിന്റെ ഒരു വെങ്കല പ്രതിമയും സ്ഥാപിച്ചു. പിൽക്കാലത്ത് LTTEയുടെ ആത്മഹത്യാ സംഘങ്ങളെ രൂപപ്പെടുത്തിയപ്പോൾ പൊൻ ശിവകുമാറിന്റെ മാതൃക പിന്തുടർന്നാണ് പിടിക്കപ്പെടുമെന്നുറപ്പായാൽ സയനൈഡ് ഗുളികകൾ കഴിച്ച് ആത്മഹത്യ ചെയ്യുകയെന്ന തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്. കുട്ടിമണിയും പൊൻ ശിവകുമാറും മാത്രമല്ല, വാൽവെട്ടിത്തുറയിൽ നിന്ന് തമിഴ് ഈഴം യാഥാർത്ഥ്യമാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട നിരവധി ആളുകളും പലതരത്തിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നു. പ്രഭാകരനെ കൂടാതെ ആ സംഘത്തിലുണ്ടായിരുന്നവരിൽ ജീവനോടെ അവശേഷിച്ച പ്രമുഖൻ സഭാരത്നമായിരുന്നു. കുട്ടിമണിയുടെയും പൊൻ ശിവകുമാറിന്റെയും മരണശേഷം അവർ രൂപീകരിച്ച സംഘടനയായ തമിഴ് ഈഴം ലിബറേഷൻ ഓർഗനൈസേഷന്റെ നേതൃത്വം സഭാരത്നം ഏറ്റെടുത്തു. അപ്പോഴേക്കും അവരിൽ നിന്നും വേർപെട്ട് പ്രഭാകരൻ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം എന്ന സ്വന്തം സംഘടന രൂപീകരിച്ചിരുന്നു. പഴയ സംഘടനയിലെ മരണമടഞ്ഞ നേതാക്കളോട് കാണിച്ച ആദരവ് പ്രഭാകരന് സഭാരത്നത്തോടുണ്ടായിരുന്നില്ല. അയാൾ തന്റെയും തമിഴ് ഈഴത്തിന്റെയും ശത്രുവാണെന്ന് പ്രഭാകരൻ വിധിച്ചു. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. 80കളുടെ തുടക്കത്തിൽ പ്രഭാകരൻ ശത്രുതയോടെ നേരിട്ടത് സഭാരത്നത്തെ മാത്രമായിരുന്നില്ല. LTTE ഒഴികെ ആ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഏതാണ്ട് എല്ലാ പ്രധാനപ്പെട്ട തമിഴ് രാഷ്ട്രീയ ഗ്രൂപ്പുകളെയും പ്രഭാകരൻ ശത്രുപക്ഷത്ത് നിർത്തി. ഒന്നും രണ്ടുമല്ല, 37 സംഘടനകളാണ് തമിഴ് ഈഴമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി അക്കാലത്ത് ശ്രീലങ്കയിൽ പ്രവർത്തിച്ചിരുന്നത്. ആ കൂട്ടത്തിൽ LTTE ഉൾപ്പെടെയുള്ള 5 എടുത്തു പറയത്തക്ക വിധത്തിൽ അംഗീകാരവും ജനസ്വാധീനവുമുള്ള സംഘടനകളായിരുന്നു. ബിഗ് 5 എന്നാണ് ഈ 5 ഗ്രൂപ്പുകൾ അറിയപ്പെടുന്നത്. ശ്രീലങ്കയിലെ തമിഴ് വംശജർക്കിടയിൽ സ്വാധീനമുള്ളവരാണ് ഈ 5 സംഘടനകളും.
ഇവർക്ക് വിദേശങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള പിന്തുണയും കിട്ടിയിരുന്നു. ശ്രീലങ്കയുടെ സുരക്ഷാ സൈന്യത്തിന് നേരെ ആക്രമണം നടത്തുകയും ബാങ്കുകൾ കൊള്ളയടിക്കുകയും മറ്റും ചെയ്യുന്നത് ഈ 5 സംഘടനയിൽപ്പെട്ടവരാണ്. ഈ സംഘടനകളുടെ പ്രധാന നേതാക്കളെല്ലാവരും പരിചയക്കാരും മുൻപ് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരും തന്നെയാണ്. യഥാർത്ഥത്തിൽ ഓരോ സംഘടനകളും പിളർന്ന് പുതിയവ രൂപപ്പെടുകയായിരുന്നു. ചിലപ്പോൾ വ്യത്യസ്ത പ്രദേശങ്ങളിൽ രൂപം കൊണ്ട സംഘടനകളുടെ പ്രവർത്തകർ ഒരുമിച്ചു ചേർന്ന് പുതിയ സംഘടനകൾ രൂപീകരിക്കുകയും ചെയ്തു. സഭാരത്നം ഉൾപ്പെടെ ഈ സംഘടനകളുടെ നേതൃത്വത്തിലിരിക്കുന്ന പലരും ഒരിക്കലെങ്കിലും പ്രഭാകരനോട് ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. സഭാരത്നത്തിന്റെ കൊലപാതകം ഈഴത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റ് സംഘടനകൾക്കെല്ലാം നടുക്കമുണ്ടാക്കുന്നതായിരുന്നു. ഈ സംഭവത്തോടെയാണ് അവരെല്ലാം പ്രഭാകരനെ ഭയപ്പെടാൻ തുടങ്ങിയത്. സഭാരത്നത്തിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ച സംഗതി എന്തെന്ന കാര്യം ഇനിയും വ്യക്തമല്ല. അയാൾക്കും അയാൾ നേതൃത്വം നൽകിയ സംഘടനയ്ക്കുമുണ്ടായിരുന്ന സ്വാധീനമാകാം ഒരുപക്ഷേ പ്രഭാകരനെ അസ്വസ്ഥനാക്കിയത്. ആയിരത്തി 1983 ജൂലൈ മാസത്തിൽ നടന്ന ലഹളയ്ക്കും കൂട്ടക്കൊലയ്ക്കും ശേഷം പ്രഭാകരൻ കുറച്ചുകാലത്തേക്ക് തമിഴ് ഈഴത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റുള്ള സംഘടനകൾക്കൊപ്പം സഹകരിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു കമ്മിറ്റിയും ഉണ്ടാക്കി. പക്ഷേ അത് അധികകാലം നിലനിന്നില്ല. 1-2 മാസങ്ങൾക്കുള്ളിൽ തന്നെ മറ്റ് സംഘടനകളെയെല്ലാം പ്രഭാകരൻ വഞ്ചകരായി പ്രഖ്യാപിച്ചു. കൂട്ടത്തിൽ ഏറ്റവും ശത്രുത അപ്പോൾ സഭാരത്നം നേതൃസ്ഥാനത്തുണ്ടായിരുന്ന തമിഴ് ഈഴം ലിബറേഷൻ ഓർഗനൈസേഷനോടാണ്. ആ സംഘടനയെയും അതിന്റെ എല്ലാ പ്രവർത്തകരെയും നേതാക്കളെയും ഉന്മൂലനം ചെയ്യാൻ പ്രഭാകരൻ ഉത്തരവിട്ടു. അപ്പോഴേക്കും പ്രഭാകരന്റെ ഏറ്റവും അടുത്ത അനുയായിയായി മാറിക്കഴിഞ്ഞ കിട്ടു എന്ന് വിളിപ്പേരുള്ള സദാശിവം കൃഷ്ണകുമാരനായിരുന്നു അതിന്റെ ചുമതല. 1986 ഏപ്രിലിനും മെയ് മാസത്തിനുമിടയിൽ സഭാരത്നത്തിനും അനുയായികൾക്കുമായുള്ള വേട്ട തുടങ്ങി. വിവരമറിഞ്ഞ് കാൽവിയൻകാട് എന്ന സ്ഥലത്തുള്ള തമിഴ് ഈഴം ലിബറേഷൻ ഓർഗനൈസേഷന്റെ ബേസ് ക്യാമ്പ് ഉപേക്ഷിച്ച് സഭാരത്നവും കൂട്ടരും പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി. ആദ്യം നീർവേലയിലും അവിടെ നിന്ന് കോപ്പെ എന്ന നഗരത്തിലും പിന്നീട് ജാഫ്നയുടെ അതിർത്തിയിലുള്ള കൊണ്ടവലി എന്ന ഗ്രാമത്തിലും സഭാരത്നം അഭയം തേടി. എല്ലായിടത്തും പ്രഭാകരന്റെ അനുയായികൾ അയാളെ പിന്തുടർന്നു. ഒടുവിൽ കൊണ്ടവലിയിൽ സഭാരത്നമുണ്ടെന്ന കാര്യം കിട്ടുവും സംഘവും ഉറപ്പിച്ചു. LTTE സേന ആ ഗ്രാമം വളഞ്ഞു. അത് തമിഴ് വംശജർ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമമാണ്. കിട്ടുവിന്റെ നേതൃത്വത്തിൽ അവർ വീടുകൾ തോറും കയറി പരിശോധന ആരംഭിച്ചു. ആരും സഭാരത്നത്തിനോ അയാളുടെ ആളുകൾക്കോ അഭയം കൊടുക്കരുതെന്ന് അനൗൺസ് ചെയ്തു. എന്നാൽ 2 ദിവസത്തിനു ശേഷം ഗ്രാമത്തിലെ ഒരു തോട്ടത്തിൽ വെച്ച് അവർ സഭാരത്നത്തെ കണ്ടെത്തി. അയാൾ ഓടി രക്ഷപ്പെടാതിരിക്കാൻ കിട്ടു അയാളുടെ മുട്ടിന് താഴെ വെടിവെച്ചു. തന്റെ ജീവന് വേണ്ടി സഭാരത്നം കിട്ടുവിനോട് യാചിച്ചു നോക്കി. അയാൾ വഴങ്ങിയില്ല. വേലുപ്പിള്ള പ്രഭാകരൻ വഞ്ചകനെന്ന് മുദ്രകുത്തിയ ഒരാൾക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കിട്ടു അയാൾക്ക് നേരെ തുരുതുരെ വെടിയുതിർത്തു. 28 വെടിയുണ്ടകളാണ് ആ ശരീരത്തിൽ തുളച്ചു കയറിയത്. ഒടുവിൽ വെടിയുണ്ടകൾ നിറഞ്ഞ ആ ശരീരം അവർ കൊണ്ടവലിയിലെ ബസ് സ്റ്റാൻഡിന് മുന്നിൽ പ്രദർശിപ്പിച്ചു. ഗ്രാമീണർക്കുള്ള ഒരു താക്കീതായിരുന്നു അത്. ആരും ആ ഭാഗത്തേക്ക് അടുത്തില്ല. 2 രാത്രിയായി ആ ഗ്രാമത്തിലെ ജനങ്ങളെയാകെ ഭീതിയുടെ നിഴലിൽ നിർത്തിയ LTTE പ്രവർത്തകരുടെ മുഖത്തു നോക്കാൻ പോലും ആരും ധൈര്യപ്പെട്ടില്ല. ഏറെ നേരം ആ ശരീരം അവിടെ കിടന്നു. ഒടുവിൽ മൃതസംസ്കാരത്തിനായി അയാളുടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തമിഴ് ഈഴത്തിനു വേണ്ടി പ്രവർത്തിച്ച ഒരാളെന്ന പരിഗണന പോലും സഭാരത്നത്തിന് കിട്ടിയില്ല.
LTTEയും വേലുപ്പിള്ള പ്രഭാകരനും തമിഴ് ഈഴത്തെ അനുകൂലിക്കുന്നവരുടെ പോലും സ്വപ്നങ്ങളിൽ ഭയം വിതച്ച ദിവസങ്ങളായിരുന്നു അത്. പ്രഭാകരന്റെ സ്വഭാവത്തിലെ ഈ വന്യത ആദ്യം തന്നെ തിരിച്ചറിഞ്ഞവരിൽ ഒരാൾ ഉമാമഹേശ്വരനാണ്. ഏറെ മുൻപ് തന്നെ അവർ രണ്ടു വഴിക്ക് പിരിഞ്ഞിരുന്നു. ഒരുമിച്ച് ശ്രദ്ധേയമായ നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുപോലും അവർക്കധികകാലം സഹകരിക്കാൻ കഴിഞ്ഞില്ല. സ്വന്തം സംഘടനയിൽ പ്രവർത്തിക്കുന്നവരെ നിരന്തരം വിചാരണ ചെയ്യുന്ന പ്രഭാകരന്റെ രീതിയെ ഉമാമഹേശ്വരൻ എതിർത്തു. ഉമാമഹേശ്വരൻ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായി പ്രഭാകരനും ആരോപിച്ചു. LTTEയിൽ സ്ത്രീകൾക്ക് അംഗത്വം നൽകി തുടങ്ങിയ കാലമായിരുന്നു അത്. തമിഴർ ഭൂരിപക്ഷം ജീവിക്കുന്ന പ്രദേശങ്ങളിൽ അവർക്കുള്ള താവളങ്ങൾ ഒരുങ്ങി. യുവാക്കളും യുവതികളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെങ്കിലും അവർ തമ്മിൽ ഇടപെടുന്നതിന് കർക്കശമായ ചിട്ടകൾ പ്രഭാകരൻ ഏർപ്പെടുത്തി. LTTE ക്യാമ്പുകളിൽ പ്രണയം നിഷിദ്ധമായിരുന്നു. ഉമാമഹേശ്വരൻ ഈ നിയമങ്ങൾ ലംഘിക്കുന്നുവെന്നും സ്ത്രീകളോട് അമിത സൗഹൃദത്തോടെ ഇടപെടുന്നുവെന്നും പ്രഭാകരൻ ആരോപിച്ചു. ഉമാമഹേശ്വരനും LTTEയുടെ ആദ്യത്തെ വനിതാ പ്രവർത്തകയായ ഊർമിള കണ്ടിയെയും തമ്മിലുള്ള ബന്ധം പ്രഭാകരനെ അസ്വസ്ഥനാക്കി. പാർട്ടി നിയമങ്ങളും മര്യാദയും ലംഘിക്കുകയാണ് ഉമാമഹേശ്വരനെന്ന് പ്രഭാകരൻ കുറ്റപ്പെടുത്തി. ഇനിയും പ്രഭാകരനൊപ്പം തുടരുന്നത് തന്റെ ജീവന് അപകടകരമായിരിക്കുമെന്ന് ഉമാമഹേശ്വരൻ അറിയാം. LTTE വിട്ട് അയാൾ പ്ലോട്ട് എന്ന് വിളിപ്പേരുള്ള പീപ്പിൾസ് ലിബറേഷൻ ഓർഗനൈസേഷൻ ഓഫ് തമിഴ് ഈഴം എന്ന സ്വന്തം സംഘടന രൂപീകരിച്ചു. തുടർന്ന് LTTE അംഗങ്ങളും പ്ലോട്ട് അംഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പതിവായി.